മക്കളെ, ഇന്ന് നമുക്ക് മുരിങ്ങക്കായ വെച്ചിട്ട് ഒരു ഒഴിച്ചുകൂട്ടാൻ ഉണ്ടാക്കാം കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മക്കളെ. 3 മുരിങ്ങക്കായ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 4 അല്ലി വെളുത്തുള്ളി വെറുതെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 3 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. 2 ചെറിയ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു തണ്ട് വേപ്പില എടുത്തിട്ടുണ്ട്. അരമുറി നാളികേരത്തിൻ്റെ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കഴുകി അരിഞ്ഞ് വെച്ച മുരിങ്ങക്കായ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നീളത്തിലരിഞ്ഞ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർക്കുമ്പോൾ പച്ച തക്കാളി ആയാലും കുഴപ്പമില്ല കേട്ടോ. സബോള ചേർത്ത് കൊടുക്കാം. കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വറുത്തിടാനായിട്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 3/4 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നാളികേരപ്പാൽ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കൈ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾക്ക് അടപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അധികം പഴുക്കാത്ത തക്കാളി ചേർക്കണം എന്ന് പറഞ്ഞത് ചെറിയൊരു പുളിപ്പ് വേണം, അതുകൊണ്ടാണ്. ഇനി നമുക്കിതൊന്ന് അടപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. മുരിങ്ങക്കായ 2-ാം പാലിൽ കിടന്ന് നന്നായി വെന്ത് വരണം. കുറച്ച് സമയം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. മുരിങ്ങക്കായൊക്കെ നല്ലപോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ചോറ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇത് കേട്ടോ. നമ്മുടെ ഒഴിച്ചുകൂട്ടാൻ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിച്ച് ഒഴിക്കാം. എണ്ണ ചൂടായി കടുക് പൊട്ടി വരുമ്പോൾ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ മാറ്റി വെച്ച സബോളയില്ലേ അരിഞ്ഞത്, അത് കുറച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഇതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൂട്ടാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. മുരിങ്ങക്കായ ഒഴിച്ചുകൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. മക്കളെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയണം കേട്ടോ. ഇനി ഇതുപോലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.